അപ്പോൾ ഇന്നത്തെ ബുക്കിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നൊരു നോമിനേഷൻ ദിവസമാണ്. അപ്പോൾ അൻസിബ ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും കറക്റ്റ് പേര് പറഞ്ഞു ജാസ്മിനെയാണെന്നുള്ളത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുമ്പോഴേക്കും കിച്ചൺ ഡ്യൂട്ടി പിന്നെ ചെയ്യുന്നത് നമ്മുടെ അൻസിബയുടെ ടീമാണ്. അൻസിബ കിച്ചൺ ഡ്യൂട്ടിയുടെ ഒരു ക്യാപ്റ്റൻ കൂടെയാണ്. അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കൂടെ ആളില്ല എങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളൊരു കാര്യം അൻസിബ പറയുന്നുണ്ട്. കാരണം വാഷ് ചെയ്യുന്ന സമയത്ത് ജാസ്മിനോട് പാത്രം എന്തെങ്കിലും വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പറയും ജിൻഡോയ്ക്ക് 3 ദിവസത്തെ ഉണ്ടല്ലോ, അപ്പോൾ അത് ജിൻഡോട് ചെയ്യട്ടെ എന്ന് സ്വയം ഇങ്ങനെ പറഞ്ഞിട്ട് അത് അവിടെ ഒരു അനുവാദം പോലും ചോദിക്കാതെ അവിടെ നിന്ന് പതിയെ എസ്കേപ്പ് ആകും. പിന്നെ അൻസിബ ചോദിക്കുന്നത് ഞാനൊരു ക്യാപ്റ്റനാണ്, എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്ന് പാത്രം കഴുകുക, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കേണ്ട ഒരു കടമ ആർക്കാണെങ്കിലും, ജാസ്മിനല്ല വേറെ ആർക്കാണെങ്കിലും ഉണ്ട്. പക്ഷേ അത് ചെയ്യാതെ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകും. കുറച്ച് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ എസ്കേപ്പ് ആവും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമെന്ന്. അപ്പോൾ അൻസിബ ചോദിക്കുന്നൊരു കാര്യം ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കണം, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ചെന്ന് പിന്നെ വിളിക്കാനാണ്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിൽ ഒട്ടും സജീവമല്ലാത്ത രീതിയിൽ കിച്ചണിൽ നിന്ന് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് വിടുന്നു എന്നുള്ളൊരു കാര്യം പറയും. അടുത്ത ഊഴെന്ന് പറയുമ്പോൾ നോറയാണ്. നോറ പറയുന്നത് ശരിക്കൊരു ശ്രദ്ധയില്ലായ്മയാണ് നോറ പറയുന്നത്. അതായത് ഇവിടെ ഒരു ഡ്യൂട്ടി കൊടുക്കുന്ന സമയത്ത് അൻസിബ ഇത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അത് അവിടെ വന്ന് ആ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളൊരു ശ്രദ്ധ കൊടുത്ത് ചെയ്യണം എന്നുള്ളൊരു നല്ലൊരു കാര്യമാണ്. എന്നിട്ട് നോറ പറയുന്നുണ്ട് ജാസ്മിൻ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരാൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് കണ്ടിട്ടും ഇനി അത് നിനക്ക് എന്നിട്ട് നോറ പറയുന്നത് നിനക്കത് പറ്റിയില്ല, അത് ചെയ്യാൻ പറ്റിയില്ല, ആ ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ക്യാപ്റ്റനോട് പറയും, അല്ലെങ്കിൽ പവർ ടീമിനോട് പറയും ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഒന്ന് വിടാമോ. അതൊരു മര്യാദയാണ്. നോറ പറഞ്ഞത് അത് കറക്റ്റ് നല്ലൊരു പോയിൻ്റാണ്. ശരിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ അതിനിടയിൽ തന്നെ ജാസ്മിൻ ഇടയിൽ കയറി സംസാരിക്കാൻ തുടങ്ങി. ആ സ്പോട്ടിൽ നോറ പറയുന്നത് ഇതിപ്പം എൻ്റെ ഒരു ടൈമാണ്, ഞാൻ പറയട്ടെ എന്ന്. അപ്പം ഇത് നമ്മുടെ ജാസ്മിൻ തിരിച്ചു പറഞ്ഞു മോള് പറയും. കാരണം വെച്ചാൽ ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ നമ്മുടെ ഇത് ജാസ്മിൻ്റെ. അപ്പം പറയുകയാണ് എന്നാൽ മോള് പറയുമെന്ന് പറയും. ആ സമയത്ത് നോറ പറഞ്ഞൊരു കാര്യം, ഇത് എന്തെങ്കിലും പറഞ്ഞാൽ പേഴ്സണൽ എന്ന് പറയരുത്, അങ്ങനെയുള്ള കാര്യം പേഴ്സണലായിട്ടുള്ള കാര്യം പേഴ്സണലായിട്ട് വെക്കണം. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ടാസ്ക് വരുമ്പോൾ അതിനകത്ത് വരാം, അല്ലെങ്കിൽ ഒരു അടി നടക്കുമ്പോൾ അതിനകത്ത് വരാം. ഇത് മാത്രമല്ല, ഇതൊരു വ്യക്തിഗത മത്സരമാണ്. അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയുള്ള സ്വഭാവം മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റിക്കുക, അതാണ് നിനക്ക് നല്ലത് എന്നാണ് നോറ പറയുന്നത്. ഇനി ഇതും പറഞ്ഞ് എന്നോട് തല്ലി പിടിക്കാൻ വരണ്ട. കാരണം വെച്ചാൽ അങ്ങനെ തല്ലി പിടിച്ചിട്ട് വന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു കാര്യം നോറ പറഞ്ഞ് അവിടെ നിന്നുകൊണ്ട് തലേ കൈയും വെച്ചുകൊണ്ട് പോവുക. ഇതൊരു പരാതിയായിട്ട് ആരോട് പിന്നെ ജാസ്മിൻ ചെന്ന് പറയുന്നു, ഗബ്രിയോട്. അതായത് 2-3 ദിവസത്തെ പാത്രമൊക്കെ അവിടെ കിടപ്പുണ്ട് ജിൻഡോയ്ക്കുള്ളത്, അതെല്ലാം ഞാനാണ് കഴുകി വെച്ചത്. പക്ഷേ അതെല്ലാം കഴുകിയിട്ടും ഒന്നും അല്ലാത്ത രീതിയിൽ ഇതൊക്കെ വെള്ളത്തിൽ വരച്ച് വെറും വരയായി പോയെന്നുള്ളൊരു എന്താ പറയണ ഒരു വിഷമത്തോടുള്ളൊരു കാര്യം നമ്മുടെ ഗബ്രിയോടിരുന്ന് പറയാണ്. ആ സമയത്ത് അൻസിബ പറയുന്നുണ്ട് ഇച്ചിരി എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ ബാക്കിയെല്ലാം ജാസ്മിൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസ് എന്താ പറയണ ഇളക്കി മറിക്കുന്ന സൗണ്ട് ശരിക്കും ഇത് ഗബ്രിയുടെ ഒരു ചെവിയുടെ സൈഡിൽ നിന്നാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. പിന്നെ കുറച്ച് സമയം അൻസിബയും ജാസ്മിനും, കുറച്ച് സമയം നോറയും ജാസ്മിനും അവിടെ ഒരു മാലപ്പടക്കം തന്നെ പൊട്ടിച്ച ഫീലായിരുന്നു. ശരിക്കും ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇതിൽ അൻസിബയും നോറയും പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ്റേതായിട്ടുള്ള ന്യായീകരണം മാത്രമാണ്. ഇത് നമ്മൾ ഏകദേശം എപ്പിസോഡുകളിൽ ഈ ജാസ്മിൻ്റെ ഇങ്ങനത്തെ കുറേ പ്രവൃത്തി കാരണം എന്ത് മിസ്റ്റേക്ക് ചെയ്തിരുന്നാലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മനസ്സ് ജാസ്മിന്.
ഇപ്പം എനിക്ക് ജിൻഡോനെയൊക്കെ ഞാൻ ഒരു 2-3 വീഡിയോയിൽ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കൂടെ ഒരു പ്രത്യേക സ്നേഹം കൊണ്ട്, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ സോറി ചോദിക്കാനും അല്ലെങ്കിൽ അത് ചെയ്തേക്കാം എന്നൊക്കെ ഉള്ളൊരു കാര്യം അത് പറയും. പക്ഷേ നമ്മുടെ ഈ ജാസ്മിനെ അപേക്ഷിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഫൈറ്റൊക്കെ നല്ലതാണ്, ഇതെന്താന്നാലും ഒരു ഗെയിമാണ്. അപ്പോൾ അതിനകത്തേക്ക് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കണം. പക്ഷേ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളണം, ഇത് ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സമയം നമ്മൾ ഇങ്ങനെയുള്ള ഓരോ എപ്പിസോഡും കാണുമ്പോഴേക്കും അതിനകത്തേക്ക് ജാസ്മിനെ ഓരോരുത്തരും അളക്കുവാണ്. പക്ഷേ എന്തുകൊണ്ടാണോ ഈ കുട്ടി ഇത് മനസ്സിലാക്കിയതെന്ന് അറിയില്ല. കാരണം ഓരോ ദിവസം നിലവാരം കുറഞ്ഞൊരവസ്ഥയിലേക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത്. ഈ ഒരു പുകിലൊക്കെ അവിടെ നടക്കുമ്പോഴേക്കും നമ്മുടെ ജിൻഡോ ചേട്ടൻ പകുതി ഉറക്കത്തിലല്ല, ഏകദേശം നല്ല ഉറക്കത്തിലാട്ടോ. അത് കണ്ട് ചിരിയും കൂടെ വന്നു. എന്താ ചോദിക്കാനുള്ളത്, എന്താ ജാസ്മിനെ നന്നാവാത്ത എന്നുള്ളൊരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ.